യുവജനോത്സവം സീസൺ 3 പവേഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളുള്ളത് ഇന്ന് കോഴിക്കോടാണ്, ഉള്ളേരിയിലാണ്, മലബാർ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്ററിലാണ്. 2019 ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്നത്. അതോടൊപ്പം തന്നെ ഷിഹാസെ 150 സീറ്റുകളുള്ള കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് കൂടിയാണിത്. യെസ്, അപ്പോ നിങ്ങളോട് സംസാരിക്കാൻ നമുക്ക് വേണ്ടി കുട്ടി ഡോക്ടർമാർ വെയിറ്റിംഗ് ആണ്. നമുക്ക് നേരെ അവരുടെ അടുത്തേക്ക് പോകാം. അതെ, യുവജനോത്സവം സീസൺ 3 പവേഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം ചെയ്യാണ്. ശരി, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്റർ കോഴിക്കോട് ഉള്ളിയേരിയിലാണ്. യെസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് കുറേയധികം പ്രത്യേകതകളുണ്ട്. കാരണം ആദ്യമായിട്ടാണ് നമ്മളൊരു മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. ഒരു MBBS സ്റ്റുഡൻസിൻ്റെ വലിയൊരു കൂട്ടവുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറേയധികം അറിവുകൾ നമുക്കും പ്രേക്ഷകർക്കും ഈ കുട്ടികൾ പറഞ്ഞു തരുമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. അപ്പോൾ ആദ്യം തന്നെ ഇവരോട് വന്ന് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈ MBBS എന്ന് പറഞ്ഞ കുറച്ച് ഓവർ ഹൈപ്ഡ് ആണ്. ഈ ഓവർ ഹൈപ്പ് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. MBBS സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു ഹൈപ്പ്, ലൈക്ക് ഇപ്പോൾ MBBS പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നാട്ടുകാരും വീട്ടുകാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതാ ജോബിന് അവർ കൊടുക്കുന്ന വാല്യൂ കാരണമാണ്. ബട്ട് ദെൻ അത് സ്റ്റുഡൻസിന് ഒരുപാട് പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്റ്റുഡൻസ് പോയിന്റ് ഓഫ് വ്യൂന്ന് ഓവർ ഹൈപ്ഡ് ആണ് എന്ന് പറയുന്നത്. ബട്ട് അതിൻ്റെ പുറകെ ഉള്ളൊരു എഫേർട്ട് അതൊക്കെ നോക്കുമ്പോൾ മേ ബി ആ റെസ്പെക്ട്, ഞാൻ ഹൈപ്പ് എന്ന് പറയില്ല, ആ റെസ്പെക്ട് അതിന് വേർത്താണ്. ശരിക്കും ഈ ഒരു പ്രഷർ കാരണം നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണോ? എന്തൊക്കെ പ്രയാസങ്ങളാണ് നിങ്ങൾക്ക് അത് കാരണം ഉണ്ടാവുന്നത്? ഞങ്ങൾക്ക് ഈ ഓവർ ഹൈപ്പ് എന്ന് പറയുന്നേക്കാളും സ്ട്രെസ് ഈ പറയുന്ന സബ്ജക്ട്സും വർക്കിംഗ് അവേഴ്സും തരുന്നുണ്ട്. അപ്പം ഞാനൊരിക്കലും ആ ഹൈപ്പിനെ മാത്രം പറയില്ല. അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ കേട്ടുള്ളൊരു കാര്യമാണ്, പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം. ചെറുപ്പത്തിൽ തന്നെ അത് പറഞ്ഞ് കുട്ടികളുടെ മനസ്സിലേക്ക് അത് കുത്തിവെച്ച് അതിന്റെ ഒരു എല്ലാ തരത്തിലുള്ള പ്രശ്നം അനുഭവിച്ചു വന്ന ആളുകളാണോ നിങ്ങളും? അതോ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണോ? ഒരു മെജോറിറ്റി ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസ് ബിലീവ് ചെയ്യുന്നത് MBBS ഒരു കോളിംഗ് ആണ്. അത് ഒരിക്കലും ഒരാൾക്ക് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നല്ല ഡോക്ടർ ആവാൻ പറ്റില്ല. MBBS ഇസ് എ കോളിംഗ്. യു ക്യാൻ നെവർ ബി എ ഗുഡ് ഡോക്ടർ ബൈ അനദർ പേഴ്സൺസ് പ്രഷർ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല ഡോക്ടർ ആവാൻ പറ്റൂ. ഒരു നല്ല ഡോക്ടർ ആവാൻ എന്ത് ക്വാളിറ്റിയാണ് ബേസിക്കലി വേണ്ടത്? ആദ്യമായിട്ട് നല്ല ഡോക്ടർ ആവണമെങ്കിൽ ആദ്യമായിട്ട് ഒരു നല്ല മനുഷ്യനാവണമെന്ന് തന്നെയാണ് പറയുന്നത്. ഒരു നല്ലൊരു മനുഷ്യനെ മാത്രമേ നല്ലൊരു ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് പുസ്തകങ്ങൾ പഠിച്ചതിൽ കൂടെയോ കുറച്ച് പ്രാക്ടിക്കൽ നമ്മൾ ചെയ്തതിലൂടെ ഒരിക്കലും നല്ല ഡോക്ടർ ആവില്ല. നല്ല ഹ്യൂമാനിറ്റി ഉള്ള, നല്ല കരുണയുള്ള, നല്ല ദയുള്ള, ഒരു എമ്പതി ഉള്ള ഒരു മനുഷ്യനാവണമെന്നാണ്. നമുക്കിപ്പോൾ നമ്മളെ പ്രൊഫസേഴ്സ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതും പറഞ്ഞ് പഠിപ്പിക്കുന്നതും നമുക്ക് എപ്പോഴും ഉള്ളിൽ വേണ്ട എമ്പതിയാണ്. ഇപ്പോൾ ഒരു അസുഖമായി വരുന്നൊരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ ആ പേഷ്യൻ്റെ ആ അസുഖം നമ്മളിലോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളിലോ എങ്ങനെ കാണുന്നു, അപ്പോൾ അവർക്ക് വന്നാൽ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യും, അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്കും ട്രീറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ രോഗികളും നമ്മുടെ ഒരു കുടുംബക്കാരോ സുഹൃത്തോ ഒരു വീട്ടുകാരനോ ആണ്. അതെ, ചിലപ്പോൾ അതെ, ഉറപ്പായിട്ടും ചിലപ്പോൾ നമ്മൾ ഒരാളെ വീണ്ടും കാണില്ലായിരിക്കും, ജീവിതത്തിൽ ഒരു തവണ മാത്രം കാണുന്ന ഒരാളായിരിക്കും. പക്ഷേ അവരെ നമുക്ക് കാലങ്ങളായി പരിചയമുള്ളതുപോലെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആളെ പോലെ ട്രീറ്റ് ചെയ്യുക. അത് തന്നെയാണ് എൻ്റെ ചോദ്യം. ഈ രോഗികൾ രോഗമായിട്ട് ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ രോഗം മാറി തിരിച്ചു പോകുമ്പോൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, ഡോക്ടറെ നിങ്ങൾ ഞങ്ങൾക്ക് ദൈവമാണെന്ന്. ശരിക്കും ഒരു ദൈവത്തിന്റെ ഒരു പ്രതിച്ഛായ തന്നെയാണോ ഡോക്ടറായിട്ട് കാണുന്നത് ആളുകൾ? ഒരിക്കലും പല ആൾക്കാരും പറയുന്നുണ്ട് ഈ ഡോക്ടർ ജോലി കുറച്ച് ദൈവികമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. നമ്മുടെ സാധാരണ ഒരു ജോലി പോലെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന പോലെ ഒരു ജോലിയേ ഉള്ളൂ. ഇപ്പോൾ ഈ എന്താണ് നേഴ്സുമാരെ നമ്മൾ മാലാഖമാരെന്ന് വിളിക്കും, ഈ ഡോക്ടർമാരെ ദൈവം എന്ന് വിളിക്കും. സത്യത്തിൽ അത് അവരുടെ തലയിൽ വലിയൊരു പ്രഷർ അടിച്ചേൽപ്പിക്കുന്നല്ലോ അല്ലേ? ഡോക്ടറും ഒരു മനുഷ്യനാണ്, നമ്മളെപ്പോലെ തന്നെ മനുഷ്യനാണ്, നമുക്ക് ഏറ്റവും നല്ല സേവനം ചെയ്തു തരുന്ന ആളുകളാണ്. അത്തരത്തിൽ കണ്ടാൽ പോരെ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് അമിതഭാരം വരുമ്പോഴാണ് ഒരാൾക്ക് ഏറ്റവും നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ വരിക. അപ്പോൾ ഒരാൾക്ക് അവരെ ഫ്രീ ആയിട്ട് വിടുക. ഡോക്ടർ ജോലി ചെയ്യട്ടെ, നേഴ്സിന് ജോലി ചെയ്യട്ടെ, മറ്റുള്ളവർ ജോലി ചെയ്യട്ടെ. ഒരു ജോലി പോലെ എന്നുള്ളതിനപ്പുറം ഇപ്പോൾ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ജോലി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ കൂടെ അതിനെ കാണണം. അല്ലാതെ ഈ ഡോക്ടർ എന്നുള്ളത് നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ദൈവമാണെന്നുള്ള ഒരു ഇതിൽ കണ്ടു കഴിഞ്ഞാൽ അതായത് മനുഷ്യസഹജമായ പിഴവുകൾ ഉറപ്പായിട്ടും ഡോക്ടർമാർക്കും സംഭവിക്കാം. നിങ്ങൾ പറയണതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇതൊരു മെഡിക്കൽ ടേം ആയിട്ട് പറയാം, മെഡിക്കൽ നെഗ്ലിജൻസ് എന്നാണ് പറയുക. അതെന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം
1 ലക്ഷത്തിന് മുകളിൽ ചിലപ്പോൾ ഒരു 3 ലക്ഷത്തിൻ്റെ അടുത്ത് മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് വരാറുണ്ട്. അത് റിപ്പോർട്ട് ചെയ്ത കേസുകൾ മാത്രമാണ്. റിപ്പോർട്ട് ചെയ്യാത്തതായിട്ട് കുറേ പേരുണ്ട്. അതിന് വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ സൊസൈറ്റീൻ്റെ കാഴ്ചപ്പാടാണ്. സൊസൈറ്റി പറയുന്നത് എന്താണ്, ഡോക്ടർ ഇത്ര ഒരു ഇതാണ്, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അത് അങ്ങനെ വിട്ടേക്കാന്ന് പറഞ്ഞിട്ട് കുറേ പേര് പോകുന്നുണ്ട്. ഇതിൽ കൂടുതലും വരുന്നത് എന്ന് പറയുമ്പോൾ അറിയാതെയുള്ള അശ്രദ്ധയാണ്. ഇപ്പോൾ ഡോക്ടറിൻ്റെ ഷിഫ്റ്റുകൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ 8 മണിക്കൂർ ഷിഫ്റ്റ് അല്ലെങ്കിൽ 4 മണിക്കൂർ ഷിഫ്റ്റ് ഒന്നുമല്ല. അവർ ഇപ്പോൾ ഒരു സർജറി തന്നെ, ചില സർജറി 2 മണിക്കൂർ തീർന്ന സർജറി ഉണ്ട്, ചിലത് 36 മണിക്കൂർ തീർന്ന സർജറി ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സർജറി. 36 മണിക്കൂറിന്റെ ഉറക്കം പോലും ഇല്ലാതെയാണ് ഉറക്കം പോലും ഇല്ലാതെ. ഇപ്പോൾ ഒരു ന്യൂറോ സർജറി ഇപ്പോൾ തലയ്ക്കുള്ള ഒരു ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ അത് നീളുന്നത് 1 ഇല്ലെങ്കിൽ 2 ദിവസങ്ങളിലേക്ക് നീളാൻ ചാൻസ് ഉണ്ട്. അത്രയും ഹെക്റ്റിക് ആണ്. ആ സമയത്ത് വരുന്ന അശ്രദ്ധയുണ്ട്. അശ്രദ്ധ ശരിക്കും ഞാൻ ന്യായീകരിക്കുന്നില്ല, തെറ്റാണ്. അത് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സർജറി, നിങ്ങൾ സർജറീൻ്റെ കൂടുതൽ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ സർജറിനെ പറ്റിയിട്ട് പറയാം. സർജറിയിൽ നമ്മൾ അശ്രദ്ധ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ കത്രിക ഉള്ളിൽ വയ്ക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ കൗണ്ട് എടുക്കും. ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ നമ്മൾ എഴുതി വയ്ക്കും, ഒരു ബോർഡിൽ എഴുതി വയ്ക്കും. അപ്പോൾ ഇത്ര കത്രിക ഉണ്ട്, ഇത്ര ഫോർസെപ്സ് ഉണ്ട്, ഇത്ര സ്കാൽപ്പൽ ഉണ്ട്, ഇതൊക്കെ നമ്മൾ എഴുതി വയ്ക്കും. എന്നിട്ട് സർജറി കഴിയുമ്പോൾ നമ്മൾ 2ാമത്തെ പ്രാവശ്യം കൗണ്ട് എടുക്കും, 3ാമത്തെ പ്രാവശ്യം കൗണ്ട് എടുക്കും. എന്നിട്ട് മാത്രമാണ് നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ആ പേഷ്യന്റിനെ പുറത്തേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഈ 3ാമത്തെ പ്രാവശ്യം കൗണ്ട് എടുക്കുമ്പോഴും അപ്പോൾ പല കേസുകളും, ഇപ്പോൾ ഈ കോഴിക്കോട് ഹർഷിനയുടെ ഒരു കേസാണ് ഈ കത്രിക കുടുങ്ങിപ്പോയ കേസ്. പക്ഷേ അത് നാളുകൾ നീണ്ടൊരു പോരാട്ടത്തിലാണ്, സമരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആ സ്ത്രീ. ഇതുവരെ സ്ത്രീക്ക് നീതി കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ 3 തവണ കൗണ്ട് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവാത്തത്? അതുപോലെ തന്നെ ഈ നമ്മുടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അടുത്തിടയ്ക്ക് കണ്ടൊരു വാർത്തയാണ്, നെഞ്ചിൽ ഒരു കേബിൾ വയർ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടല്ലേ അറിയുന്നത്. അതോടൊപ്പം അതിനേക്കാൾ ഗൗരവം ഇപ്പോൾ കൈക്ക് ശസ്ത്രക്രിയയ്ക്ക് വന്ന അല്ലെങ്കിൽ കാലിന് ശസ്ത്രക്രിയയ്ക്ക് വന്ന ആളുടെ നാവ് ശസ്ത്രക്രിയ ചെയ്തൊരു വാർത്ത പോലും നമ്മൾ കേട്ടതാണ്. ഇത്തരത്തിലുള്ള വലിയ വീഴ്ചകളൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ കുടുങ്ങിപ്പോകുന്ന കാര്യങ്ങൾ, അതിലിപ്പോൾ നമ്മൾ കൗണ്ട് എടുക്കുമ്പോഴും പേഴ്സണൽ ആയിട്ടുള്ള മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ എറർ എന്ന് പറയാം. ഇപ്പോൾ നമ്മളൊരു സർജറി ഫീൽഡിൽ സർജൻ, അതിൻ്റെ കൂടെ തന്നെ കുറേ നേഴ്സുമാരും പിന്നെ കൗണ്ട് എടുക്കുന്ന ഒരു നേഴ്സ് ഉണ്ടാവും. അപ്പോൾ കൗണ്ട് എടുക്കുന്ന നേഴ്സും വേറെ നേഴ്സിൻ്റെയും ഒരു കമ്മ്യൂണിക്കേഷൻ എറർ ആയിരിക്കാം അതിലൊരിത്. പിന്നെ പെട്ടെന്ന് കൗണ്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ അവരിനെ എന്തെങ്കിലും റീചെക്ക് ചെയ്യും. ഒന്നില്ലെങ്കിൽ അവിടെ ഫുള്ള് റീചെക്ക് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ CT MRI അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അവരിനെ നമ്മൾ റീചെക്ക് ചെയ്യും. ഇതല്ലാതെ പക്ഷം നമ്മൾക്കിപ്പോൾ കൗണ്ട് കറക്റ്റാണ്, നമ്മൾ 3 പ്രാവശ്യം കൗണ്ട് എടുത്തപ്പോൾ കമ്മ്യൂണിക്കേഷൻ എററിൽ അങ്ങനെ പോയി. പിന്നെ പോരാതെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളുടെ കേരളത്തിൽ ഇന്ത്യ മൊത്തമായി നോക്കുകയാണെങ്കിലും നമ്മളുടെ പേഷ്യൻസിനനുസരിച്ചുള്ള ഡോക്ടേഴ്സ് നല്ല കമ്മിയാണ്. അതുപോലെ ചികിത്സയ്ക്കുള്ള ആൾക്കാരിനുള്ളത് ഭയങ്കര കമ്മിയാണ്. അതായത് ഈ ആളുകൾക്ക് ഡോക്ടർമാരുടെ ഒരു ലഭ്യത കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഭയങ്കരമായിട്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു ഡോക്ടറായിട്ട് പറയുന്നില്ല, ഞാൻ ഒരു പേഷ്യൻ്റ് ആയിട്ടുണ്ട്. എനിക്കൊരു സർജറിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫസ്റ്റ് സർജറി ചെയ്തപ്പോൾ അത് അത്യാവശ്യം ഇമ്മീഡിയറ്റ് സർജറി ആയിരുന്നു. അത് കാരണം എനിക്ക് വേഗം ചെയ്യാൻ പറ്റി. അടുത്ത ഒരു എലക്റ്റീവ് സർജറിയാണ്, അതെന്ന് പറഞ്ഞാൽ ഒരു ഇംപ്ലാന്റ് കയ്യിലിപ്പോൾ കമ്പി ഇട്ടത് അത് തിരിച്ചെടുക്കുന്ന ഒരു സർജറി. അത് നമുക്ക് എലക്റ്റീവ് സർജറി എന്ന് പറയാം, ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ ആ എലക്റ്റീവ് സർജറി ഞാൻ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്ന ഡേറ്റ്, ഇപ്പം ഞാൻ പോയിട്ട് അവിടെ അഡ്മിറ്റ് ആയിട്ട് ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയും. അത് അതിൽ തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അത്യാവശ്യം ലഭ്യത കുറവുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവരുടെ ഉപകരണക്ഷാമം, അവരുടെ ഡോക്ടർമാരുടെ കുറവ്, അവരുടെ ജീവനക്കാരുടെ കുറവ്. പക്ഷെ നമ്മളെല്ലാവരും ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, ഇന്ത്യയിൽ തന്നെ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 കേരളമാണെന്ന് പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ മെഡിക്കൽ കോളേജുകളിലെ പോരായ്മകൾ എന്താണ്? മെഡിക്കൽ കോളേജുകളിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലായാലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലായാലും പോരായ്മകൾ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലായിട്ട്. അത് ഒരു ചിലപ്പോൾ ചില സമയങ്ങളിൽ ഉപകരണങ്ങളായിരിക്കാം. ചില സമയത്ത് ഒരു കാര്യം നടക്കാൻ ഒരു ഉപകരണം മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതിന് വേണ്ട ആൾക്കാർ വേണം. അപ്പൊ ആ ആൾക്കാരുടെ കുറവും അങ്ങനെയുള്ള ഒരു ക്ഷമതക്കുറവും ഒക്കെ കാരണമാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നതായിട്ട്. മാൻ പവറും ഇല്ല. ഉള്ള മാൻ പവർ യൂസ് ചെയ്യാതിരിക്കുന്ന സമയങ്ങളും വരും. അപ്പൊ അതെല്ലാം കാരണമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് തോന്നിയിട്ടുള്ളത്. അല്ല, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞ പോലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പം ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ മാത്രമേ വേണ്ട വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ ആശുപത്രിയിലേക്ക് എത്തുള്ളൂ എന്നൊരു ഘട്ടത്തിലാണോ നമ്മൾ എത്തി നിൽക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം വേണ്ടത് ചോദിച്ച് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്, അറിഞ്ഞു തരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗൂഗിളിന്റെ ഒക്കെ ഒരു സഹായം ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ തേടുന്നുണ്ടോ? അതായത് ഒരു ഡോക്ടർ പറയുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസം ഒരു ഗൂഗിൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ AI പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കൊരു കൂടുതൽ വിശ്വാസം, അങ്ങനെ മരുന്നുകൾ ചെയ്യുക, അങ്ങനെ കൂടുതൽ അപകടത്തിലേക്ക് പോയി ചാടുക, അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ?
തീർച്ചയായും ഉണ്ട്. കാരണം നമ്മളിപ്പം ഒരു അസുഖം വന്നാൽ തന്നെ നമ്മൾ ആദ്യം അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാ, തലവേദന, പനി എന്താന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിപ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ അതിൽ വാസ്റ്റായിട്ട് ഒരുപാട് ഇതുണ്ട്. ചെറിയ ഒരു പനി എന്ന് പറഞ്ഞാൽ റിസൾട്ട് തൊട്ട് ഭയങ്കര ക്യാൻസർ ആയിട്ടുള്ള റിസൾട്ട് വരെ വരുന്നുണ്ട്. പക്ഷെ അത് തരംതിരിച്ചെടുക്കാൻ ഏതാണെന്ന് നമ്മൾ 5 വർഷം അല്ലെങ്കിൽ 10 വർഷമായിട്ട് നമ്മൾ പഠിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ എനിക്ക് തലവേദന വെച്ചിട്ട് എനിക്കൊരു സാധാരണ ഗ്യാസ്ട്രൈറ്റിസ് ആണോ അതോ എനിക്ക് വരുന്നത് ഒരു ആൻജൈനയാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു ഡോക്ടറിൻ്റെ കഴിവ് വേണ്ടി വരും. പക്ഷെ ഒരു സാധാരണക്കാരന് മനസ്സിലാവണമെന്നില്ല. അത് തിരിച്ചറിയാൻ അയാൾക്ക് മനസ്സിലാവണം. അയാൾ ആ റിസൾട്ട് കാണുമ്പോഴത്തേക്ക് അയാൾ സ്വമേധയാ ട്രീറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കാണണമെന്നുള്ളൊരു ബേസിക് ഇത് അയാൾക്ക് വേണം. പക്ഷെ നമ്മളത് പറഞ്ഞിട്ടും ഡോക്ടർമാരൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മെഡിക്കൽ ഷോപ്പുകളിൽ പോലും ഡോക്ടർമാരുടെ കുറിപ്പില്ലാതെ മരുന്ന് കൊടുക്കില്ല. എന്നിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും ഈ ആളുകൾ വീണ്ടും സെൽഫ് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത്? കാരണം നമുക്ക് ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ സെൽഫായിട്ട് ചെയ്യാനൊരു ഇത് കൊന്നുണ്ട്. ആരുടെയും ഹെൽപ്പ് ചെയ്യാതെ ഞാൻ തന്നെ എനിക്കുള്ളത് കണ്ടുപിടിക്കാൻ പാകത്തിന് എനിക്ക് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ രോഗം എന്താണ് അല്ലെങ്കിൽ എൻ്റെ അസുഖം എന്താണെന്ന് എനിക്ക് ആദ്യം കണ്ടുപിടിക്കാം. എനിക്കൊരു ഡോക്ടറിൻ്റെ ആവശ്യമില്ല. അല്ലാതെ എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് തെളിയിക്കാൻ പാകത്തിന് ചിലരത് ചെയ്യുന്നത്. AI വരവോടുകൂടി നമ്മുടെ മെഡിക്കൽ സയൻസിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇപ്പോൾ ഒരു റോബോട്ടിക് സർജറി യുഗത്തിൽ കൂടെയാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ചും കേരളത്തിൽ അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയായിരിക്കും? കേരളം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളൊരു സ്ഥലം കൂടിയാണ്. ആരോഗ്യ മേഖലയിലൊക്കെ ഏതെല്ലാം തരത്തിൽ അത് യൂസ്ഫുൾ ആയിരിക്കും? അതിൻ്റെ ഒരു ഡ്രോബാക്സ് കൂടെ എന്തൊക്കെയായിരിക്കും? AI ആക്ച്വലി ഒരു രീതിയിൽ പ്രോസ് ആൻഡ് കോൺസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് AI വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടുള്ള ആൻസേഴ്സ് വരാൻ പറ്റും. നമുക്ക് എഫിഷ്യൻ്റ് ആയിരിക്കും, കുറച്ചും കൂടെ സ്പീഡ്, യു ഹാവ് മോർ, കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കയ്യിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ റിസൾട്ട് ഫീഡ് ചെയ്യണം. ആൻഡ് നമ്മൾ ദർ ഇസ് ഇത്രയും amount ഓഫ് ഡേറ്റ നമ്മൾ ട്രെയിൻ ചെയ്യണം AI-നെ. സോ അതിനുള്ള ആക്ച്വലി കേപ്പബിലിറ്റി നമുക്കുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ആൻഡ് ഇറ്റ്സ് എ ലോട്ട് മോർ എക്സ്പെൻസീവ്. നമുക്കൊരു ഡോക്ടറിൻ്റെ അടുത്ത്, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർ നമ്മൾ പല രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നമ്മൾ AI-ന് നമ്മളൊരു ഡേറ്റ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് അതേപോലെ കിട്ടുന്ന പോലെയല്ല ഒരു ഡോക്ടർ നോക്കുന്നത്. ഡോക്ടർ വിൽ ബി മോർ എംപത്തറ്റിക്, ഹീൽ ഹാവ് ഹ്യൂമൻ ടച്ച്. അതിനാണ് നമ്മൾ പറയുന്നത് ദാറ്റ് ദേ വിൽ സീ വാട്ട് ദേ വിൽ ലുക്ക് അറ്റ് us ആൻഡ് വാട്ട് സി ആർ ഫീച്ചേഴ്സ് ഫസ്റ്റ്. നമ്മൾ എക്സാമിനേഷൻ്റെ സമയത്ത് തന്നെ ആദ്യം നമ്മൾ ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ, ഇങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ഒരു പേഷ്യൻ്റ് നോക്കിയിട്ടാണ് ആദ്യം പറയുന്നത്. അത് AI-ന് പറ്റത്തില്ല. ആക്ച്വലി AI-ന് ഇറ്റ് കാൺ ഡു ഇറ്റ് ദാറ്റ് പ്രോപ്പർലി. ഇഫ് ഇറ്റ് ഡസ് ഇറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ്, ബട്ട് സ്റ്റിൽ ദർ വിൽ ബി ലാക്കിംഗ് ഹിയർ ആൻഡ് ദെയർ ബിക്കോസ് AI won't be that perfect because അത് റീചെക്ക് ചെയ്തില്ല. നമ്മളൊരു പേഷ്യൻറ്റിനെ ചെന്ന് ഒരു 2-3 ടൈംസ് നമ്മൾ നോക്കും. AI-ന് ഒരു ഗോനകത്തായിരിക്കും, അതിൻ്റെ ആൻസർ അവിടെ വെച്ച് നിൽക്കും. ഡോക്ടർമാരാണെങ്കിലും ഈ വക്കീലന്മാരാണെങ്കിലും ഒക്കെ കൂടുതലായിട്ട് കാര്യങ്ങൾ ഈസിയാക്കാൻ, കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ AI-യെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നുണ്ടോ? ഇപ്പോൾ ആശ്രയിച്ച് തുടങ്ങിയോ? ഇല്ല, അങ്ങനെ ആക്ച്വലി ചെയ്ത് വി ഡു യൂസ് AI. ചില സമയം നമ്മൾ നമ്മൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വേണ്ടി എടുക്കാറുണ്ട്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഗിവ് എ പ്രിസൈസ് ആൻസർ. അത് എപ്പോഴും ഉണ്ട്. ട്രസ്റ്റ് വർത്തി ആവത്തില്ല. നമുക്കത് നമ്മൾ ചെയ്ത് നമുക്ക് ബുക്ക് വെച്ച് നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ ദേ വിൽ ഹാവ് എ ഗുഡ് ഐഡിയ ദാറ്റ് ബുക്കിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, എന്തോ പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് വ്യത്യാസം എവിടെ ഉണ്ടെന്ന് ആൻഡ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഏറ്റവും മികച്ചൊരു ഡോക്ടറിന്റെ സഹായം എന്താണെങ്കിലും ഉണ്ടാവണം. യെസ്, എന്തായാലും കാണണം. എസ്പെഷ്യലി ഇഫ് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ AI-നോട് നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ഗിവ് യു എ വേഗ് ആൻസർ. ബിക്കോസ് അതിന് ഇറ്റ് വിൽ ടെൽ യു ദാറ്റ് ഐ എം നോട്ട് a doctor, I am not eligible for answering this question എന്ന് പറയുന്ന രീതിയിൽ will tell you. അപ്പോൾ ഈ നിപ്പ വന്ന സമയത്തും കോവിഡ് വന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ അതിനെ ചെറുത്ത് നിന്ന് ഏറ്റവും കൂടുതൽ നേരിട്ടൊരിടം കൂടിയാണ് കോഴിക്കോട്. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ ആ ഒരു അത്തരത്തിലുള്ള പാൻഡമിക് സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസിലേക്ക് എത്തുന്നുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഈ കമ്മ്യൂണിറ്റി മെഡിസിന് വേണ്ട പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആക്ച്വലി എന്താണ് കമ്മ്യൂണിറ്റി മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നുള്ള കാര്യം പലർക്കും ഈ സമൂഹത്തിൽ ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശയുള്ള വസ്തുത. പലരും കമ്മ്യൂണിറ്റി മെഡിസിനെ പറ്റി അറിഞ്ഞത് തന്നെ വൈറസ് സിനിമ കണ്ടപ്പോഴായിരിക്കും. അപ്പോൾ അതിലെ എപ്പിഡമോളജിസ്റ്റ് എന്നുള്ള ഒരു പൊസിഷൻ കണ്ടപ്പോഴായിരിക്കും പലർക്കും ഒരു കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നുള്ളൊരു സാധ്യതയെ പറ്റി അറിഞ്ഞത്. തീർച്ചയായിട്ടും സമൂഹത്തിൽ ഒരുപാട് പ്രാധാന്യം കിട്ടേണ്ട ഒരു വിഭാഗം തന്നെയാണ് കമ്മ്യൂണിറ്റി മെഡിസിൻ. കാരണം നമ്മുടെ ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും അസുഖം എങ്ങനെ വരാതെ നോക്കാം, ഒരാളുടെ ബേസിക് ആയിട്ടുള്ള
ചുറ്റുപാട് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി മെഡിസിൻ ശ്രദ്ധിക്കുന്നത്. ഒരു പ്രദേശത്ത് കമ്മ്യൂണിറ്റി മെഡിസിൻ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള അതിൻ്റെ ഒരു സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് അവിടെ പോകുന്ന ആരോഗ്യ പ്രവർത്തകർ ചെയ്യുന്ന ഒരു റോൾ എന്താണ്? അത് ജനങ്ങൾ അതിനോട് സഹകരിക്കാറുണ്ടോ? തീർച്ചയായിട്ടും സഹകരിക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഒരു സാധാരണക്കാരൻ ഒരു മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചികിത്സാ രീതികൾക്ക് വേണ്ടി ആശ്രയിക്കുന്നത് അവിടുത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻ്റർ എല്ലാത്തിനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അവിടെ സമൂഹത്തിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് എപ്പിഡമിക്സ് ഒന്നും ഇല്ല. നമുക്ക് ഒരുപാട് അസുഖം ഇപ്പോൾ കൊറോണ അല്ലെങ്കിൽ നിപ്പ വന്നതിന് ശേഷം ഒരുപാട് ഇങ്ങനത്തെ വ്യാപിച്ചു വരുന്ന അസുഖങ്ങളില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. അത് ഒരു സമൂഹത്തിന്റെ ജീവിത രീതിയാണോ പഠിക്കുന്നത്? അതെ തീർച്ചയായിട്ടും. അവരെന്ത് കഴിക്കുന്നു, ഏത് തരത്തിലുള്ള ഒരു ജീവിതശൈലിയാണ് പിന്തുടരുന്നത്, ഇത് എങ്ങനെ ഒരു രോഗത്തിലേക്ക് നയിക്കാം, ഇതൊക്കെയാണോ പഠിക്കുന്നത്? തീർച്ചയായിട്ടും. അവരുടെ ചുറ്റുപാട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള ഒരാളുടെ അഡിക്ഷൻ, ഒരാളുടെ സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരാളുടെ ചുറ്റുപാടും വെള്ളം കിട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ കൊതുകുജന്യ രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് നമ്മൾ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും അസുഖം എങ്ങനെ വരാതെ നോക്കാം, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ള പ്രതിവിധി. പാൻഡമിക് സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് ഈ കമ്മ്യൂണിറ്റി ഈ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഏറ്റവും അതിന്റെ ഇമ്പോർട്ടൻസിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടായിരിക്കും അല്ലാത്ത സമയത്ത് ഒരു പ്രാധാന്യക്കുറവ് പോലെ ഫീൽ ചെയ്യുന്നത്? പ്രാധാന്യക്കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് കമ്മ്യൂണിറ്റി മെഡിസിനെ തന്നെയാണ്. പക്ഷേ ഇതൊരു കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല എന്നുള്ളതേ ഉള്ളൂ. അസുഖങ്ങൾ വർദ്ധിക്കാതിരിക്കുന്നത് തന്നെയാണ് കമ്മ്യൂണിറ്റി മെഡിസിന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. ഈ മലയാളികളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ള ആളുകളാണ് മലയാളികൾ. എന്തെങ്കിലും ഒരു അസുഖം ഇല്ലാത്ത, ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഇല്ലാത്ത മലയാളികൾ ഇല്ലെന്ന് തന്നെ പറയാം. എന്തുകൊണ്ടായിരിക്കും മലയാളികൾ ഇത്രയധികം? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മലയാളികളാണ്. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? ബിക്കോസ് ഇപ്പം പീപ്പിൾ ആർ വെരി മച്ച് അവെയർ അബൌട്ട് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണെങ്കിലും എന്ത് കഴിക്കണം, എങ്ങനെ ലൈഫ് സ്റ്റൈൽ, ഹൗ ഷുഡ് ദേ സ്പെൻഡ് ഇറ്റ്, അവർക്ക് അത് അറിയില്ല. ബിക്കോസ് എവറി വൺ ഇസ് ബിസി, ദേ വാണ്ട് ക്വിക്ക് തിങ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ AI പോലും കുറച്ച് പോപ്പുലറായി വരുന്നത്. എന്തിട്ടാലും ഇമ്മീഡിയറ്റ്ലി വി ഗെറ്റ് എൻ ആൻസർ. സോ റാദർ ദൻ സീയിങ് എ ഡോക്ടർ, പുട്ടിങ് സംതിങ് ഓൺ AI ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് ക്വിക്ക്ലി ഈസ് വാട്ട് എവറി വൺ വാണ്ട്സ്. പക്ഷേ അങ്ങനെ ആകുമ്പം നമ്മൾ വി സ്റ്റാർട്ട് നെഗ്ലക്റ്റിംഗ് അവർ ഹെൽത്ത്. വി ഡോണ്ട് ഗെറ്റ് ദ റൈറ്റ് ഇൻഫർമേഷൻ ബിക്കോസ് AI can never replace a doctor. ആൻഡ് ഓൾസോ ഇപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നോക്കുമ്പോൾ ഇറ്റ്സ് ഓൺ എ റൈസ്. ആൻഡ് ദ തിങ് ഇസ് ഇറ്റ്സ് വെരി ഹിഡൻ. നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ചികിത്സ അല്ലെങ്കിൽ നമ്മൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവും, ഈശ്വര എൻ്റെ ലിവർ പോയി കിടക്കുക, അല്ലെങ്കിൽ എൻ്റെ കിഡ്നീസ് പോയി കിടക്കുക, എവറിത്തിങ് ഇസ് ഫെയിലിംഗ്. ഓക്കെ, അതായത് നമ്മുടെ മലയാളികളുടെ ഭക്ഷണശീലം ഇപ്പോൾ പണ്ടത്തെ ഒരു ഭക്ഷണശീലം അല്ല, ഇപ്പോൾ ഫുഡ് ഹാബിറ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ ഇത്തരത്തിലുള്ള ഈ രോഗങ്ങൾ കൂടുതലായിട്ട് വർദ്ധിച്ചു വരാനുള്ളൊരു കാരണമാണോ? അതോടൊപ്പം ഈ തിരക്ക് പിടിച്ചൊരു ജീവിതം പറഞ്ഞു, ഒന്നിനും സമയമില്ല, ഒരു വ്യായാമം ചെയ്യാറില്ല, നല്ല രീതിയിൽ ഉറങ്ങാറ് പോലും ഇല്ല, രാത്രി ഫുൾ വർക്ക് ചെയ്യുന്ന ആളുകൾ പോലും ഉണ്ട്. ഇതൊക്കെയാണോ കാരണം? ടു ബി വെരി ഓണസ്റ്റ്, മലയാളികൾ ഒരു കാർബോഹൈഡ്രേറ്റ് റിച്ച് ഡയറ്റാണ്. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ചോറ്, ചിലപ്പോൾ രാത്രിയും ചോറ്, അങ്ങനെയാണ് നമ്മളുടെ ഡയറ്റ് ഇസ് പ്രിഡോമിനൻ്റ്ലി കാർബോഹൈഡ്രേറ്റ്സ്. സോ ദാറ്റ് ഇസ് എ പ്രോബ്ലം. കാരണം നോർമലി പ്രോട്ടീൻ റിച്ച് ആണ് പ്രിഫറബിളി ഡയറ്റ് വേണ്ടത്. അത് ചിലപ്പോൾ ഐ തിങ്ക് ഇൻ ദിസ് ജനറേഷൻ നമുക്ക് കുറച്ചും കൂടെ ഐഡിയ ഉണ്ട് ദറ്റ് വി ഷുഡ് ഹാവ് ഇത്രയും പ്രോട്ടീൻ ഓർ ദിസ് ഫൈബർ ഷുഡ് ബി ഇൻക്ലൂഡഡ് എന്നുള്ളത്. പക്ഷേ contrary to how Kerala is and how our diet has always been, ചോറില്ലാതെ പറ്റില്ല, and that's a reality that we should accept. പൊറോട്ടയും ബീഫും വേണം. പൊറോട്ടയും ബീഫും വേണം. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ we are all Malayalis are very educated. അതുകൊണ്ട് തന്നെ we have very white collar jobs. നമ്മൾ ഇരുന്ന് എപ്പോഴും രാവിലെ ഒരു 9 to 4 ആണെങ്കിൽ that's how our work is going, and we have a lot of doctors. മലയാളീസിൽ ഒരു നല്ല ശതമാനം ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടേഴ്സിൻ്റെ അത്ര മോശം ലൈഫ് സ്റ്റൈലുള്ള ആരും ഉണ്ടാവില്ല. നോ അതർ ജോബ്, ബിക്കോസ് വി ഹാവ് ദിസ് സ്ട്രെസ്. ഇപ്പം നമ്മളാണ് ടു ബി വെരി ഓണസ്റ്റ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, ചിലപ്പോൾ ലഞ്ച് സ്കിപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ദ ഓൺലി ഫുഡ് ദറ്റ് വി ഹാവ് ഇസ് ഡിന്നർ. ശരിക്കും പറഞ്ഞാൽ ഡിന്നർ ഇസ് സംതിങ് ദറ്റ് യു ഷുഡ് ഹാവ് ബൈ 6. ശരി, ഇവിടെ എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ളത്, ഡോക്ടർമാർക്ക് ശരിക്കും വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാറില്ലേ? പറ്റാറില്ലേന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ലൈഫിൻ്റെ ഒരു 8-10 കൊല്ലം ഇസ് സംതിങ് ദറ്റ് വി ഗിവ് ടു ദിസ് എന്താ പറയുക പ്രൊഫഷൻ, ഓർ ഇതൊരു ആർട്ടാണ്. അത് പഠിച്ചെടുക്കാനും അതിൻ്റെ മൂല്യം മനസ്സിലാക്കാനും നമ്മളൊരു സാക്രിഫൈസ് ചെയ്യണം. അത് നമ്മൾ പേഴ്സണൽ ലൈഫായിരിക്കും. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്. ആൻഡ് ഇപ്പം നിങ്ങളിപ്പോൾ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത്രയും നോബിൾ ആയിട്ടുള്ള ഒരു ജോലി ചെയ്യാനുള്ള പ്രിവിലേജ് കിട്ടണമെങ്കിൽ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമല്ലോ. പേഴ്സണൽ ലൈഫ് സ്പോയിൽ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും റിഗ്രറ്റ് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? പേഴ്സണൽ ലൈഫ് സ്പോയിൽ ചെയ്യുന്നു എന്നൊന്നും പറയുന്നില്ല. യെസ്, ഓഫ് കോഴ്സ് ദർ ഇസ് ഒരു ഫാക്ടർ ദറ്റ് വി ഡു നോട്ട് ഹാവ് മച്ച് ഫാമിലി ടൈം ഇസ്
ബാക്കിയുള്ള എല്ലാവരും ദർ ഇസ് ദ സപ്പോർട്ട് ദറ്റ് കംസ് ഫ്രം ദ ഫാമിലി. മനസ്സിലാക്കുക, ദി അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ ഡൂയിങ്, ദി അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് വാട്ട് വി ആർ ഡൂയിങ്. ആൻഡ് ഏത് ജോലിയാണ്, ഡോക്ടേഴ്സിന് മാത്രമല്ല എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല അതൊരു ജോലിക്കും കിട്ടും. അതിന് കുറച്ച് നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ മാറ്റി വെച്ചാൽ അതിലൊരു തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ മെഡിക്കൽ രംഗത്തുള്ള ഈ MBBS സ്റ്റുഡൻസിന് ഇടയ്ക്കുള്ള സ്ട്രെസ് അത് ആത്മഹത്യയിലേക്ക് പോലും നയിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു നേരത്തെ. അപ്പോൾ അത്ര ഒരു ആത്മഹത്യ അപ്പുറമുണ്ട്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കണക്കനുസരിച്ചാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു മാസം 4-5 ആത്മഹത്യകൾ നടന്നു നിങ്ങളുടെ അറിവിൽ തന്നെ എന്നൊക്കെ പറഞ്ഞു. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? ഞാനൊക്കെ എൻ്റെ എൻട്രൻസ് കോച്ചിങ് കാലത്ത് ഞങ്ങളുടെ സാറന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, MBBS കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, ജീവിതം സെറ്റാണോ ശരിക്കും? ഞാൻ കേട്ട ഏറ്റവും വലിയ കള്ളങ്ങളിലൊന്നും അത് സത്യം പറയാലോ. കാരണം അധികം പേർക്ക് അറിയാത്തൊരു രീതിയുണ്ട്. കാരണം MBBS നിങ്ങൾ ഫസ്റ്റ് ഇയർ കയറിയാൽ നിങ്ങൾക്ക് 4 ചാൻസേ ഉള്ളൂ. 4 ചാൻസ് നിങ്ങൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് MBBS കോഴ്സ് ഔട്ടാണ് നിങ്ങൾ. അതായത് നിങ്ങൾ ആ എൻട്രൻസ് പ്രിപ്പയർ ചെയ്ത ഒന്നും വെർത്തല്ല എന്നൊരവസ്ഥ വരും. അപ്പോൾ ആ ഒരു പ്രഷറിലാണ് കൂടുതലും ഫസ്റ്റ് ഇയേഴ്സിലും PGസിലുമാണ് ഇത് കണ്ടുവരുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം അതൊന്നും ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല. ലൈക്ക് MBBS എൻ്റെ വീട്ടിലൊക്കെ ഞാൻ MBBS കയറിയപ്പോൾ ഇവൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടു, ഇനി അനിയത്തിയുടെ കാര്യം നോക്കാന്നൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ വിട്ടു, നമ്മൾ ആ വഴിക്ക് വിട്ടു. ശരിക്കും രക്ഷപ്പെട്ടോ അതോ പെട്ടോ? പെട്ടോ എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇതിൽ ഒരുപാട് പെടലുകൾ വരും. കാരണം ഈസി അല്ല MBBS എന്ന് പറഞ്ഞാൽ. മറ്റെല്ലാ മേഖലയിലുള്ള പോലെയാണ് MBBSന് പ്രഷറുണ്ട്, മാർക്ക് കുറയുന്നതിനുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊരാൾക്ക് മനസ്സിലാവില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ ഒരു വട്ടം പോയിട്ട് പറഞ്ഞു ഇങ്ങനെ മാർക്ക് കിട്ടി 100-ൽ 42 മാർക്കുണ്ടെന്ന്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും 142 ഉള്ള ഇനി എന്തിനാ തുള്ളിച്ചാട് നടക്കുന്നതെന്നായിരുന്നു. പക്ഷേ MBBS പഠിക്കുന്ന ഒരാൾ 142 ഉണ്ടെന്ന് പറഞ്ഞാൽ നീ എന്തോരം പഠിച്ച് 42 മേടിക്കാൻ പെട്ട പാടെ നമുക്ക് കാരണം അതാണ് MBBS എന്ന് പറയുന്നത്. അതാണ് ഈ ഓവർ ഹൈപ്പ് എന്നുള്ളതിനോട് മറുപടി. അതായത് ഓവർ ഹൈപ്ഡ് അല്ല, ഓവർ വാല്യൂ എന്നൊരു ചിന്ത പുറത്ത് വരുന്നുണ്ട്. അതായത് MBBS എന്ന് പറഞ്ഞ കോഴ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ കിട്ടും. ആ പ്രഷറാണ് ഈ ആത്മഹത്യകളിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ലൈഫ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ MBBS തിരഞ്ഞെടുക്കുക, അങ്ങനെ ഒരു ഡോക്ടറായി മാറുക എന്നുള്ളതിനോട് എന്താ അഭിപ്രായം? ഒരു കാര്യം ഞാൻ പറയാം, MBBS തിരഞ്ഞെടുക്കുന്നത് പാഷൻ ആണ്, എല്ലാം കറക്റ്റാണ്. പക്ഷേ പണം എന്ന ഫാക്ടർ വളരെ വലുതാണ് ജീവിതത്തിൽ. അത് പണമില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ. മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് വളരെ തെറ്റാണ്. മണി ക്യാൻ ബൈ ഹാപ്പിനെസ്, മണി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരാളെ ചികിത്സിക്കുമ്പോൾ അത് പണത്തിന് വേണ്ടി ആവരുത്. നമ്മൾ ഒരാളെ ചികിത്സിക്കുമ്പോൾ നമ്മൾ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നോക്കണം. രമ്യ, അന്തോ തൽക്കാലത്തേക്ക് യുവജനോത്സവം സീസൺ 3യുടെ മലബാർ മെഡിക്കൽ കോളേജിലെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ സമയമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ഇവരോടൊപ്പം ഇതേ ക്യാമ്പസിൽ വീണ്ടും കാണാം.